everyone, welcome to Kids Area Online. Class 6 Social Science ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള സോഷ്യൽ സയൻസ്. റെഡി ആണോ? നിങ്ങൾ വേഗത്തിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. സാമൂഹ്യശാസ്ത്രം വേഗത്തിൽ എടുത്തോളൂ. കിഡ്സ് ഏരിയ ഓൺലൈൻ LKG UKGയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും ട്യൂഷനും നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും LKG UKG റെഗുലർ ക്ലാസ് ആയിട്ട് കിഡ്സ് ഏരിയ ഓൺലൈനിൽ പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോൾ ആനുവൽ എക്സാമും അതോടൊപ്പം സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് റെഗുലർ ക്ലാസ്സസ്. ഒത്തിരി വർഷങ്ങളായി കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ്. ജൂലൈ മുതൽ LKG UKGയുടെ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് LKG UKG ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ മുതൽ. താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അതും ഒത്തിരി വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കോഴ്സാണ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ബേസിക് ക്ലാസ് നൽകുന്നത്. അത് ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുത്തിടാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ചിൽഡ്രൻ, നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുവാണ്. സോഷ്യൽ സയൻസിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, 1ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്താണ്? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ, പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് ഏതാണ്? ഡാഷ് ആർ important source that help us to learn about the history of early humans. early humansന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഏതാണ് അറിയാവോ? ആൻസർ അറിയാവോ? ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ദാറ്റ് ഹെൽപ്പ് us to learn about the history of early humans. ആൻസർ അറിയാവോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ അറിയാത്തവർ ശ്രദ്ധിച്ചോളൂ. മനുഷ്യ ഫോസിലുകളാണ്. ഹ്യൂമൻ ഫോസിൽസ് മനുഷ്യ ഫോസിലുകൾ ഉപയോഗിച്ചാണ് ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ആദിമ മനുഷ്യരുടെ ഏർലി ഹ്യൂമൻസിൻ്റെ ഹിസ്റ്ററി അറിയാനായിട്ട് ഉള്ള ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, പ്രധാന സോഴ്സാണ് മനുഷ്യ ഫോസിലുകൾ, ഹ്യൂമൻ ഫോസിൽസ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഫോസിലുകൾ? വാട്ട് ആർ ഫോസിൽസ്? എന്താണ് ഫോസിലുകൾ? വാട്ട് ആർ ഫോസിൽസ്? ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ അറിയാവോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫോസിലുകളുടെ ആൻസർ എന്താണ്? ഓക്കെ, ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഇവ പാറകളിലാണ് പതിഞ്ഞിരിക്കുന്നത്. ഈ ഫോസിലുകൾ എവിടെയാ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത്? പാറകളിലാണ്, റോക്സ്. Fossils are the remains of ancient plants, animals and humans. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ. റിമൈൻസ് ഓഫ് ശേഷിപ്പുകൾ. എന്തിൻ്റെ ശേഷിപ്പുകളാണ്? റിമൈൻസ് ഓഫ് ശേഷിപ്പുകൾ. എന്തിൻ്റെയാ? ആൻഷ്യൻറ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. റിമൈൻസ് ഓഫ് ആൻഷ്യൻറ്റ് പ്ലാന്റ്സ്, animals and humans. Fossils are the remains of ancient plants, animals and humans. ശേഷിപ്പുകൾ, പുരാതന സസ്യങ്ങളുടെ, മൃഗങ്ങളുടെ, അതുപോലെ മനുഷ്യരുടെ ശേഷിപ്പുകൾ, റിമൈൻസിനാണ് എന്ത് പറയുക? ഫോസിൽസ് എന്ന് പറയുക. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓഫ് ആൻഷ്യൻറ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇവ പാറകളിലാണ് പതിഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ജനറലി എംബഡഡ് ഇൻ റോക്സ്. പൊതുവെ ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? പാറകളിലാണ്. എംബഡഡ് ഇൻ
റോക്സ്. പാറകളിലാണ് ഇവ പതിഞ്ഞിരിക്കുന്നത്. ഇവ പാറകളിലാണ് പതിഞ്ഞിരിക്കുന്നത്. എംബഡഡ് ഇൻ റോക്സ്. സംശയമുണ്ടോ? എന്താണ് ഫോസിലുകൾ? വാട്ട് ആർ ഫോസിൽസ്? ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓഫ് ancient plants, animals and humans. These are generally embedded in rocks. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഇവ പാറകളിലാണ് പതിഞ്ഞിരിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? നോ. ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം? എ സെഞ്ചുറി. എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഇയേഴ്സ്? എത്ര വർഷമാണ്? ഒരു നൂറ്റാണ്ട്. നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ സെഞ്ചുറി. ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം? ആൻസർ അറിയാവോ? എന്തായിരുന്നു നിങ്ങളുടെ ആൻസർ? 100 വർഷമാണ് കേട്ടോ. ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷം, 100 ഇയേഴ്സ്. ഒരു നൂറ്റാണ്ട്, എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? 100 വർഷം, 100 ഇയേഴ്സ്. ഒരു നൂറ്റാണ്ട്, 100 വർഷം, 100 ഇയേഴ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നൂറ്റാണ്ടുകളാണ്. മുന്നോട്ടും ഉണ്ട് പിന്നോട്ടും ഉണ്ട് നൂറ്റാണ്ട്. പിന്നോട്ടുള്ളത്, 1ന്റെ പിന്നോട്ടുള്ളത്, 1-ാം നൂറ്റാണ്ടിന് പുറകിലുള്ളത് എന്താ പറയുക? എന്താ പറയുക? 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളതും 1-ാം നൂറ്റാണ്ടിന് പുറകിലോട്ടുള്ളതിന് എന്താ പറയുക? ഇത് പുറകിലോട്ടുള്ളത് ബാക്കിലേക്ക്, ഇത് മുന്നിലേക്ക്. എന്താ പറയുക? നമ്മൾ BC AD എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്താ പറയുക? BCE. എന്താ പറയുക? BCE. BCE. ഇനി 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള എന്താ പറയുക? CE. എന്താ പറയുക? CE. 1-ാം നൂറ്റാണ്ടിന് പുറകിലോട്ടുള്ളതിന് എന്താ പറയുക? ആ നൂറ്റാണ്ടുകൾ എന്താ പറയുക? BCE. 1-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളതിന് എന്താ പറയുക? CE. 1-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളത് BCE. 1-ാം നൂറ്റാണ്ട് മുതൽ ശേഷമുള്ളത് എന്താ പറയുക? CE. തെറ്റിക്കില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാൾസ് ഡാർവിനെ കുറിച്ച് നമുക്ക് ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തവും എല്ലാം കൂടി ഒന്ന് നോക്കാം. ചാൾസ് ഡാർവിൻ. ഒന്നാമത്തെ സെന്റൻസ് ചാൾസ് ഡാർവിനെ കുറിച്ച്. ചാൾസ് ഡാർവിൻ ജനിച്ചത് എവിടാണ്? 1809 ഫെബ്രുവരി 12. ഫെബ്രുവരി 12 എവിടെയാണ് ജനിച്ചത്? ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ജനനം. ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ജനനം. എന്നായിരുന്നു? 1809 ഫെബ്രുവരി 12. 1809 ഫെബ്രുവരി 12. ഫെബ്രുവരി 12, 1809. ഓക്കെ, ഫെബ്രുവരി 12, 1809. 1809 ഫെബ്രുവരി 12 ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടിൽ ജനിച്ചത്. രണ്ടാമത്തെ സെൻസ്. ചാൾസ് ഡാർവിൻ ആരായിരുന്നു? പ്രകൃതി ശാസ്ത്രജ്ഞൻ, നാച്ചുറലിസ്റ്റ് ആയിരുന്നു. പ്രകൃതി ശാസ്ത്രജ്ഞൻ, നാച്ചുറലിസ്റ്റ് ആയിരുന്നു ചാൾസ് ഡാർവിൻ. രണ്ടാമത്തെ സെന്റൻസ് എന്തായിരുന്നു? പ്രകൃതി ശാസ്ത്രജ്ഞൻ, നാച്ചുറലിസ്റ്റ് ആണ്. ചാൾസ് ഡാർവിൻ ആരാണ്? നാച്ചുറലിസ്റ്റ്, പ്രകൃതി ശാസ്ത്രജ്ഞൻ. മൂന്നാമത്തെ കാര്യം, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചു. പരിണാമ സിദ്ധാന്തം എന്തെന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് തിയറി ഓഫ് എവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം. തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമ സിദ്ധാന്തം. തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം. എവിടെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ്. ഹിസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദി ഒറിജിൻ. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ്. അത് ആരുടെ ഗ്രന്ഥമാണ്? ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥമാണ്. ചാൾസ് ഡാർവിൻ്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ആ ബുക്കിലാണ് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച്, തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? 3 സെന്റൻസ് പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞത് എവിടെയാണ് ജനിച്ചത്, ചാൾസ് ഡാർവിൻ ആരാണ്, പ്രകൃതി ശാസ്ത്രജ്ഞൻ, നാച്ചുറലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞു പരിണാമ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ച ബുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ്. തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചത്. പരിണാമ സിദ്ധാന്തം അപ്പോൾ ആരുടേതാണ്? ചാൾസ് ഡാർവിൻ്റെതാണ്. പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ ആരുടേതാ? തിയറി ഓഫ് എവല്യൂഷൻ ചാൾസ് ഡാർവിൻ്റെതാണ്. അത് അവതരിപ്പിച്ചത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇനി എന്താണ് പരിണാമ സിദ്ധാന്തം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമ സിദ്ധാന്തം. ദീർഘകാലം കൊണ്ട്, ലോങ് പീരീഡ്, ഒത്തിരി വർഷം കൊണ്ട്, ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നതാണ് പരിണാമ സിദ്ധാന്തം. ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടായത് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്? ചാൾസ് ഡാർവിൻ പറയുന്നത്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച, ഒത്തിരി വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റം, അതായത് ഓർഗാനിക് ചേഞ്ചസിലൂടെയാണ് മനുഷ്യർ ഉണ്ടായത് എന്നാണ് പരിണാമ സിദ്ധാന്തം. അത് ആരുടേതാണ് ഈ പരിണാമ സിദ്ധാന്തം? ചാൾസ് ഡാർവിൻ്റെതാണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ദീർഘകാലം കൊണ്ട്, ഒത്തിരി വർഷം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യർ ഉണ്ടായത്, മനുഷ്യരുടെ ഉത്ഭവം. ചാൾസ് ഡാർവിൻ ഡെവലപ്ഡ് ദ തിയറി ഓഫ് എവല്യൂഷൻ. ചാൾസ് ഡാർവിൻ്റെതാണ് തിയറി ഓഫ് എവല്യൂഷൻ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ്, അത് പറയുന്നത് ഹ്യൂമൻസ് ഒറിജിനേറ്റഡ്, മനുഷ്യർ ഉണ്ടായത്, ഹ്യൂമൻസ് ഒറിജിനേറ്റഡ്, മനുഷ്യർ ഉത്ഭവിച്ചത്, മനുഷ്യർ ഉണ്ടായത് ത്രൂ ഓർഗാനിക് ചേഞ്ചസ്, ഓർഗാനിക് ചേഞ്ചസിലൂടെയാണ്, ജൈവിക മാറ്റത്തിലൂടെയാണ്, ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ള ഓർഗാനിക് ചേഞ്ചസിലൂടെ, ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ആരാണ് പറയുന്നത്? ചാൾസ് ഡാർവിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനാണ്, പരിണാമ സിദ്ധാന്തത്തിലാണ് ചാൾസ് ഡാർവിൻ പറയുന്ന ഒരു കാര്യമാണിത്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നുള്ളത്. ചാൾസ് ഡാർവിൻ ഡെവലപ്ഡ് ദ തിയറി ഓഫ് എവല്യൂഷൻ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഹ്യൂമൻസ് ഒറിജിനേറ്റഡ് ത്രൂ, മനുഷ്യർ ഉണ്ടായത് ഓർഗാനിക് ചേഞ്ചസ്, ജൈവിക മാറ്റത്തിലൂടെയാണ്, ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ള ജൈവിക മാറ്റത്തിലൂടെ, ഓർഗാനിക് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണ് തിയറി ഓഫ് എവല്യൂഷൻ, ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.